ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, കൊടുങ്കാറ്റിലകപ്പെട്ട തോണി പോലെ. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉലയുമ്പോൾ കരയടുപ്പിക്കാൻ വരുന്ന കൈകൾ സ്നേഹത്തിൻ്റേതാണോ അതോ ചതിയുടേതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തം ചോരയല്ലെന്ന കാരണത്താൽ വീട്ടിൽ അനുഭവിക്കുന്ന അവഗണന അവൾക്ക് ശീലമായിരുന്നു. പക്ഷേ ആ ശാന്തത തകർക്കാൻ ഒരാൾ വരുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. വൈകുന്നേരം 5:30, ഇരുണ്ടുകൂടുന്ന ആകാശം, നേരിയ കാറ്റ്. കുന്നിൻപുറത്തെ ആ പഴയ വീടിൻ്റെ മുറ്റത്ത് ആകെ ഒരു ശ്മശാന മൂകതയാണ്. കാറ്റിൽ ഉണങ്ങിയ ഇലകൾ പറന്നു വീഴുന്ന ശബ്ദം മാത്രം. പെട്ടെന്നാണ് ദൂരെ നിന്ന് ഒരു ബുള്ളറ്റിൻ്റെ ഘനഗംഭീരമായ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം അടുത്തടുത്ത് വരുംതോറും വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ശേഖരൻ്റെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു. ഒരു കറുത്ത ബുള്ളറ്റിൽ ദേവൻ മുറ്റത്തേക്ക് വന്നിറങ്ങി. കൂടെ അവൻ്റെ വിശ്വസ്തരായ 2 കൂട്ടാളികളുമുണ്ട്. ദേവൻ വണ്ടി നിർത്തി കീ ഓഫ് ചെയ്തു. ഒരു നിമിഷം അവൻ ആ വീടിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ദേവൻ കണ്ടാൽ ഒരു മാസ് ലുക്ക്. നല്ല ഉയരം, കട്ടിത്താടി, നീട്ടി വളർത്തിയ മുടി വശങ്ങളിലേക്ക് ഒതുക്കി ചീയിരിക്കുന്നു. കടുത്ത നിറമുള്ള ഒരു ഷർട്ടും മുണ്ടുമാണ് വേഷം. ആ നാട്ടിലെ പ്രമാണിയാണ്. ചെറിയ രീതിയിൽ ഗുണ്ടായുസവും പണമിടപാടുമൊക്കെയുണ്ട്. പക്ഷേ ക്രൂരതയ്ക്കപ്പുറം ആരെയും ആകർഷിക്കുന്ന ഒരു ഗാംഭീര്യവും ഹാൻസം ലുക്കും അവനുണ്ടായിരുന്നു. ദേവൻ പടികൾ കയറി വരാന്തയിലേക്ക് വന്നു. ശേഖരൻ കസേരയിൽ നിന്ന് വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്താ ശേഖരേട്ടാ, തീയതി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. തരാമെന്ന് പറഞ്ഞ പലിശയുമില്ല, മുതലുമില്ല. ദേവൻ്റെ കൈനീട്ടി വാങ്ങിയ പൈസ അങ്ങനെ ആരും എളുപ്പത്തിൽ മറക്കാറില്ല. ദേവൻ്റെ ശബ്ദം ഗംഭീരമായിരുന്നു, എന്നാൽ അതിൽ കടുത്ത ഭീഷണി ഉണ്ടായിരുന്നു. അവൻ വരാന്തയിലെ ഒരു തടിയുടെ കസേര വലിച്ചിട്ടിരുന്നു. ഒരു കാലിന്മേൽ മറ്റൊരു കാൽ കയറ്റി വെച്ചു. അത് ദേവ, ചെറിയൊരു ബുദ്ധിമുട്ട്. ഈ തവണത്തെ വിളവെടുപ്പ് ആകെ മോശമായിരുന്നു. പച്ചക്കറി വിറ്റ വകയിൽ പൈസയൊന്നും കിട്ടിയില്ല. കുറച്ചു സമയം കൂടി. ശേഖരൻ കൈകൾ കൂപ്പി യാചനയോടെ പറഞ്ഞു. ദേവൻ പെട്ടെന്ന് മേശപ്പുറത്ത് കൈ ശക്തമായി അടിച്ചു. ആ ശബ്ദം വീടിനകം വരെ മുഴങ്ങിക്കേട്ടു. ശേഖരൻ ഞെട്ടി ഒരടി പിന്നോട്ട് മാറി. സമയം തന്നു എനിക്ക് മടുത്തു ശേഖര. ഇനിയും സമയം നീട്ടിത്തരാൻ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവനല്ല. ദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ശേഖരൻ്റെ തൊട്ടടുത്ത് വന്നു നിന്നു. ഈ സമയം ഉമ്മറത്തെ തടി ജനലിന് മറയിൽ മാളവിക നിൽക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പേടിയോടെയാണ് മാളവിക പുറത്തെ സംഭാഷണം കേൾക്കുന്നത്. അവളൊരു പാവം പെൺകുട്ടിയാണ്. അവളുടെ അമ്മ മരിച്ചു പോയതാണ്. ശേഖരൻ്റെ 2ാമത്തെ ഭാര്യയുടെ മകളാണ് അവൾ. ദേവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് യാദൃശ്ചികമായി ആ ജനലിലേക്ക് നീണ്ടു. അവിടെ പേടിയോടെ നിൽക്കുന്ന മാളവികയെ അവൻ ഒരു നിമിഷം നോക്കി. അവളുടെ കണ്ണുകളിലെ ഭയം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ശേഖരന് നേരെ തിരിഞ്ഞ് ഒരു ക്രൂരമായ ചിരി ചിരിച്ചു. പൈസ തരാൻ നിൻ്റെ കയ്യിൽ വഴിയില്ലെന്ന് എനിക്ക് അറിയാം ശേഖര. അതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസാന അവസരം തരാം. കൃത്യം ഒരാഴ്ച. അതിനുള്ളിൽ എൻ്റെ 5 ലക്ഷം രൂപ പലിശ സഹിതം എൻ്റെ കയ്യിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ദേവൻ വീണ്ടും ജനലിലേക്ക് നോക്കി. ഇല്ലെങ്കിൽ ഈ വീടും പറമ്പും മാത്രമല്ല ഞാൻ ജപ്തി ചെയ്യുക. ദാ ആ ജനലിൻ്റെ മറവിൽ നിൽക്കുന്നുണ്ടല്ലോ നിൻ്റെ മകൾ മാളവിക. അവളെ ഞാൻ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോകും. എൻ്റെ കൂടെ, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭാര്യയായി. ദേവൻ്റെ ആ വാക്കുകൾ കേട്ടതും മാളവികയുടെ നെഞ്ചു തകർന്നു പോയി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ജനലിൽ പിടിച്ചു. ശേഖരൻ ഒന്നും മിണ്ടാതെ തറയിലേക്ക് നോക്കി നിന്നു. ദേവൻ ശേഖരൻ്റെ തോളിൽ തട്ടി. ഓർത്തോ, കൃത്യം ഒരാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് പടികളിറങ്ങി. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൻ മുറ്റത്ത് നിന്ന് മറയുന്നത് വരെ മാളവിക ആ ജനലിലൂടെ നോക്കി നിന്നു. സന്ധ്യ മയങ്ങുന്ന നേരം. ദേവൻ പോയതിനു ശേഷം ശേഖരൻ ദേഷ്യത്തോടെ വീടിനകത്തേക്ക് കയറി വന്നു. പൂമുഖത്തെ വിളക്ക് പോലും അയാൾ ഇട്ടില്ല. ഇരുട്ടിൽ അയാളുടെ മുഖം കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. അച്ഛാ, മാളവികയുടെ ശബ്ദം ഇടറി. അയാൾ എന്തൊക്കെയായി പറയുന്നത്? എന്നെ അയാളുടെ കൂടെ. അച്ഛനൊന്നും മിണ്ടാതെ നിന്നതെന്താ? ശേഖരൻ തിരിഞ്ഞു നിന്ന് മാളവികയെ ദേഷ്യത്തോടെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു അച്ഛൻ്റെ സ്നേഹമോ കരുണയോ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ശേഖരൻ ദേഷ്യത്തിൽ ഒച്ചവെച്ചു. അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഇവിടെ കിടന്ന് എൻ്റെ കണ്ണിൽ പാറ്റിയിടുന്നതിലും നല്ലത് അയാളുടെ കൂടെ പോകുന്നതാ. അച്ഛാ, ഞാൻ നിങ്ങളുടെ മകളല്ലേ. എന്നെ ഇങ്ങനെ ഒരു ഗുണ്ടയുടെ കയ്യിലേക്ക്. മാളവികയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി. മകളോ? ശേഖരൻ പരിഹാസത്തോടെ ചിരിച്ചു. നീ എൻ്റെ മരിച്ച ഭാര്യയുടെ ആദ്യത്തെ കെട്ടിലെ മകളാ. എൻ്റെ സ്വന്തം ചോരയല്ല നീ. നിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്നെ ഇത്രയും കാലം നോക്കിയത് തന്നെ എൻ്റെ വലിയ മനസ്സ്. എൻ്റെ തലയിലെ ഈ വലിയ കടം തീരുമെങ്കിൽ നീ ആ ദേവൻ്റെ കൂടെ പോകുന്നത് നല്ലത്. എനിക്ക് പൈസ തരാൻ വേറെ ഒരു വഴിയുമില്ല.
അച്ഛൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകൾ മാളവികയുടെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു. സ്വന്തമെന്ന് കരുതിയ വീട്ടിൽ താൻ വെറുമൊരു അന്യയാണെന്നും ഒരു ഭാരമാണെന്നും അവൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അച്ഛൻ തന്നെ വിൽക്കാൻ തുനിയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് നടന്നു. സമയം രാത്രി 11 കഴിഞ്ഞു. മുറിയിൽ ഇരുട്ടിലേക്ക് നോക്കി മാളവിക ഇരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ആലോചനകളാണ്. ഇവിടെ നിന്നാൽ ഇനിയും പീഡനവും അവഗണനയും മാത്രം. ഒരാഴ്ച കഴിഞ്ഞാൽ ആ ദേവൻ വരും. അച്ഛൻ എന്ന് എന്തായാലും അയാളുടെ കൂടെ പറഞ്ഞേക്കും. സ്വന്തം വീട്ടിൽ ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഇനിയൊരു ജീവിതം എനിക്കുണ്ടോ? തൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നിവർത്തികേട് കൊണ്ട് സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് അവൾ ആ കടുത്ത തീരുമാനമെടുക്കാൻ നിർബന്ധിതയായി. ദേവൻ്റെ ഭാര്യയാകാൻ അവൾക്ക് മനസ്സുകൊണ്ട് സമ്മതിക്കുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൾ തലയണ കെട്ടിപ്പിടിച്ച് കടന്നു. പുറത്ത് അപ്പോഴും ദൂരെ എവിടെയോ ആ ബുള്ളറ്റിൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ ശബ്ദം അവളുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് പറയും. പക്ഷേ മാളവികയ്ക്ക് ആ കഴിഞ്ഞുപോയ ഓരോ ദിവസവും ഓരോ യുഗങ്ങൾ പോലെയായിരുന്നു. ഓരോ പുലരിയും അവളെ എത്തിക്കുന്നത് ദേവൻ നൽകിയ ആ ഒരാഴ്ച എന്ന സമയപരിധിയിലേക്കായിരുന്നു. സ്വന്തം വീട്ടിൽ അവൾ ഒരു ജീവനറ്റ ശവം പോലെ നടന്നു. ആ ദിവസങ്ങളിൽ ശേഖരൻ മാളവികയോട് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. കടം വീട്ടാൻ പണം ഒപ്പിക്കാനുള്ള ഒരു ശ്രമവും അയാൾ നടത്തിയില്ലെന്ന് മാളവികയ്ക്ക് മനസ്സിലായി. അയാൾ അവളെ പൂർണ്ണമായും ദേവന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. വീട്ടുജോലികൾ ചെയ്യുമ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴും മാളവികയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജനലിലൂടെ റോഡിലേക്ക് നോക്കുമ്പോഴൊക്കെ ആ കറുത്ത ബുള്ളറ്റും അതിലിരിക്കുന്ന ദേവിൻ്റെ കടുപ്പമേറിയ മുഖവും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൾ രാത്രികളിൽ ഉറങ്ങിയില്ല. ഒരു വശത്ത് അപരിചിതനായ ഗുണ്ടയായ ഒരുവൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, മറുവശത്ത് തന്നെ വെറുക്കുന്ന രണ്ടാനച്ഛൻ്റെ കൂടെയുള്ള ഈ നരക ജീവിതം. ഒടുവിൽ 7-ാം ദിവസം വന്നെത്തി. അന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. നേരിയ കാറ്റ് വീശിയടിക്കുന്നുണ്ട്. മാളവിക പൂമുഖത്തെ തിണ്ണയിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അകത്ത് ശേഖരൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുന്നുമുണ്ട്. പെട്ടെന്നാണ് ആ കുന്നിൻ ചെരുവിനെ നടുക്കിക്കൊണ്ട് ബുള്ളറ്റിൻ്റെ പരിചിതമായ ആ ശബ്ദം വീണ്ടും കേട്ടത്. മാളവികയുടെ നെഞ്ചിടിപ്പ് അതിൻ്റെ പരമാവധിയിലെത്തി. അവൾ വേഗം എഴുന്നേറ്റ് പതിവ് പോലെ ഉമ്മറത്തെ തടിജനലിൻ്റെ മറവിലേക്ക് മാറി നിന്നു. മുറ്റത്തേക്ക് ദേവൻ്റെ ബുള്ളറ്റ് വന്നു നിന്നു. ഇത്തവണ ദേവൻ്റെ മുഖത്ത് മുൻപത്തേക്കാൾ ഗാംഭീര്യമുണ്ടായിരുന്നു. കറുത്ത ഷർട്ടും കസവും മുണ്ടുമായിരുന്നു വേഷം. വണ്ടിയിൽ നിന്നിറങ്ങി അവൻ പടികൾ കയറി വരാന്തയിലേക്ക് വന്നു. ശേഖരൻ പേടിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ദേവൻ കനത്ത ശബ്ദത്തിൽ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട്, സമയം 5:30 ശേഖര. ഞാൻ തന്ന ഒരാഴ്ചത്തെ സമയം ഇപ്പോൾ തീർന്നു. എൻ്റെ പൈസ എവിടെ? ശേഖരൻ തല താഴ്ത്തി വിറയ്ക്കുന്ന ശബ്ദത്തിൽ, ദേവാ, ഞാൻ ഒരുപാട് നോക്കി. പക്ഷെ ആരും എനിക്ക് അത്രയും തുക കടം തന്നില്ല. ഈ പ്രായത്തിൽ എനിക്ക്... ദേവൻ ശേഖരൻ്റെ വാക്കുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദേഷ്യത്തിൽ, അപ്പോൾ പൈസ ഇല്ല, അതല്ലേ സത്യം? ഞാനന്ന് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ശേഖര? ദേവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. ദേവൻ നേരെ വീടിൻ്റെ വാതിലിൻ്റെ നേരെ തിരിഞ്ഞു. അവൻ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ശേഖരൻ ഒരടി പിന്നോട്ട് മാറി നിൽക്കുകയല്ലാതെ തടയാൻ ശ്രമിച്ചതേയില്ല. ദേവൻ അകത്തേക്ക് കയറി നേരെ ചെന്നത് മാളവിക നിൽക്കുന്ന ജനലിനടുത്തേക്കാണ്. പെട്ടെന്ന് മുന്നിൽ വന്നു നിന്ന ദേവനെ കണ്ട് മാളവിക പേടിച്ച് നിലവിളിക്കാൻ പോയി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ദേവൻ മാളവികയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കടുപ്പത്തിൽ, ഇറങ്ങും മാളവിക, നിന്റെ അച്ഛൻ നിന്നെ എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി നീ നിൽക്കേണ്ടത് ഈ വീട്ടിലല്ല, എൻ്റെ തറവാട്ടിലാണ്. മാളവിക കരഞ്ഞുകൊണ്ട് ദയനീയമായി, ദയവ് ചെയ്ത് എന്നെ വിടൂ, ഞാൻ എങ്ങോട്ടുമില്ല, അച്ഛാ, എന്നെ രക്ഷിക്കൂ അച്ഛാ. അവൾ ഉമ്മറത്ത് നിൽക്കുന്ന ശേഖരനെ നോക്കി നിലവിളിച്ചു. പക്ഷേ ശേഖരൻ മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കാതെ നിന്നു. ആ കാഴ്ച കണ്ടപ്പോൾ മാളവികയുടെ ഉള്ളിലെ പ്രതീക്ഷയുടെ അവസാന നാളവും കിട്ടുപോയി. ദേവൻ മാളവികയുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചുകൊണ്ട്, കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, വാ ഇങ്ങോട്ട്. ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. മാളവിക വരാതിരിക്കാൻ വാതിലിൻ്റെ കട്ടളയിൽ പിടിച്ച് പരമാവധി ശ്രമിച്ചു. അവളുടെ വളകൾ പൊട്ടി തറയിൽ വീണു. പക്ഷേ ദേവൻ്റെ കരുത്തുള്ള കൈകൾക്ക് മുന്നിൽ അവളുടെ ശക്തി ഒന്നുമായിരുന്നില്ല. അവൻ അവളെ ബലമായി പൂമുഖത്തേക്ക് വലിച്ചിറക്കി. മുറ്റത്തെത്തിയപ്പോൾ മാളവിക തളർന്ന് മണ്ണിലേക്ക് വീണു. അവളുടെ വസ്ത്രങ്ങളിൽ മണ്ണ് പുരണ്ടു. എന്നിട്ടും ദേവൻ പിടിവിട്ടില്ല. അവൾ ശേഖരനെ നോക്കി അവസാനമായി പറഞ്ഞു, സ്വന്തം മകളെ ഇങ്ങനെ ഒരുത്തനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം, എന്നെ വിടൂ.
മാളവികയുടെ ആ അവസ്ഥ കണ്ട് ദേവൻ്റെ മനസ്സിൽ ചെറിയൊരു അലിവ് തോന്നിയെങ്കിലും അവളുടെ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കാനും അവളെ ആ നരകത്തിൽ നിന്ന് മാറ്റാനും അവൻ ഉറച്ചിരുന്നു. അവൻ അവളെ ബലമായി എഴുന്നേൽപ്പിച്ച് ബുള്ളറ്റിൻ്റെ പുറകിലിരുത്തി. ദേവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി വേഗത്തിൽ ആ മുറ്റത്ത് നിന്ന് പാഞ്ഞുപോയി. മാളവിക പുറകോട്ട് തിരിഞ്ഞു ആ പഴയ വീടിനെ നോക്കി. ആ വീട് ദൂരെ ദൂരെയായി മറഞ്ഞുകൊണ്ടിരുന്നു. സ്വന്തം എന്ന് പറയാൻ ഇനി ആരുമില്ലെന്ന സത്യം അവളെ തളർത്തി. വഴിയിലുടനീളം നേരിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബുള്ളറ്റിൻ്റെ പുറകിലിരുന്ന് മാളവിക വിതുമ്പിക്കൊണ്ടേയിരുന്നു. വേഗതയിൽ പോകുന്ന ബുള്ളറ്റിൻ്റെ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. ദേവൻ ഇടയ്ക്ക് വണ്ടിയിലൂടെ മിററിലൂടെ പുറകിലിരിക്കുന്ന അവളുടെ മുഖം നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണീരും നിസ്സഹായാവസ്ഥയും അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവനൊന്നും സംസാരിച്ചില്ല. അങ്ങനെ ആ ബുള്ളറ്റ് ചെന്ന് നിന്നിടത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ തറവാടായ ദേവമംഗലം കൊട്ടാരത്തിന് മുന്നിലാണ്. ആ വലിയ വീട് കണ്ട് മാളവിക ഭയത്തോടെ നോക്കി. ദേവൻ വണ്ടി നിർത്തി ശാന്തമായെങ്കിലും കടുപ്പത്തിൽ, "ഇറങ്ങ്, ഇതാണ് നിൻ്റെ ഈ വീട്. ഇവിടുത്തെ പ്രമാണി ദേവൻ്റെ ഭാര്യയാണ് നീ ഇനി മുതൽ." മാളവിക വിറക്കുന്ന കാലുകളോടെ വണ്ടിയിൽ നിന്നിറങ്ങി ആ വലിയ തറവാടിൻ്റെ പടികളിലേക്ക് നോക്കി നിന്നു. കണ്ണീരോടെ അവൾ തൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്.